നീ എന്തിനെ മടിച്ചിരിക്കുന്നേ? പതുക്കെ പതുക്കെ എല്ലാം മാറിക്കോളൂ. വാ വാ, കേറി പാടാ. മോനെ മോനെ മോനെ, എന്നാലും ആ ശിവാനി ഇങ്ങനെ ചെയ്തല്ലോടെ മോനെ. എല്ലാരും പറ്റിച്ചില്ലേ അവള്? വിട്ടികളാക്കിയില്ലേ മോനെ? എന്തിനാ അവളിങ്ങനെയൊക്കെ കാണിച്ചത്? എല്ലാരും മോഹിപ്പിച്ചത് എന്തിനാ? വല്ലാത്ത ചതിയായിപ്പോയി അവളിങ്ങനെ ചെയ്തത്. എവിടെ അവള്? എന്താ കേറി വരാതെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കൊള്ളം പറഞ്ഞ അവളുടെ നാവ് ഞാൻ അരിയും. എവിടെ അവള്? അമ്മേ ഒന്ന് നിക്ക്. ശിവാനി തിരികെ ഇങ്ങോട്ട് വന്നിട്ടില്ലമ്മേ. ഓഹോ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവൾ അതുവഴി അങ്ങ് ഓടിക്കളഞ്ഞല്ലേ? ആഹാ, ഓടി രക്ഷപ്പെട്ടതല്ല, ഓടിച്ചു വിട്ടു എന്ന് വേണം പറയാൻ. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ച് അവൾക്ക് ഈ കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് സമ്മതപത്രവും എഴുതി ഒപ്പിട്ട് വാങ്ങിച്ച് ആശുപത്രിയിൽ നിന്ന് തന്നെ പറഞ്ഞയച്ചു അവളെ. അതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. അവൾ ഇനി ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല. സ്റ്റെപ്പിൽ നിന്ന് വീണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമെന്ന് പേടിച്ചിട്ടാ അവളെ എടുത്ത് ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോടിയത്. പക്ഷെ എനിക്കിപ്പോ ഇല്ലാതെ എന്റെ കുഞ്ഞുങ്ങൾ മാത്രമല്ലല്ലോ അമ്മേ, ജീവിതമേ പോയില്ലേ. അല്ലെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളെന്ന് പറയാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് വേണ്ടേ അല്ലേ? എന്തൊരു വിഡ്ഢിയാ ഞാൻ. എന്റെ ഗതികേടാ ഇത്, ഗതികേടാ. കരയല്ലട മോനെ, നീ കരയാതിരിക്ക്. എല്ലാം ശരിയാവും. ശരിയാക്കാം നമുക്ക്. ഇനി എന്ത് ശരിയാവാനാ അമ്മേ? അവളെന്റെ ജീവിതമേ തൊലച്ചു കളഞ്ഞില്ലേ, നശിപ്പിച്ചു കളഞ്ഞില്ലേ. എന്റെ മോൻ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കെ. എടാ, എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇത്രയ്ക്ക് ക്രൂരയായിരുന്നു ആ പെണ്ണ്. നിർത്തിക്കോണം നിങ്ങളുടെ വർത്താനം. ഞാനാകെ പിടിവിട്ട് നിൽക്കോ പറഞ്ഞേക്കാം. ശിവാനി പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയായിരുന്നു, അത് ഉറപ്പാ. പ്രണവേ, ഞാൻ എവിടെ വേണേലും വന്ന് സത്യം ചെയ്തു തരാം. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, സത്യമായിട്ടും അറിയില്ലായിരുന്നു. അറിയായിരുന്നെങ്കിലേ ആ നിമിഷം തന്നെ ഞാൻ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയേനെ. ഇനിയിപ്പോ വലിയ വീരവാദം ഒന്നും മുഴക്കണ്ട. ശിവാനി എന്താണെന്നും അവളുടെ പ്രകൃതം എങ്ങനെയാണെന്നും ആന്റിക്ക് നന്നായിട്ട് അറിയാമായിരുന്നതാണല്ലോ. ഞാൻ എന്നിട്ട് വാശി പിടിച്ച് അവളെ എന്റെ അനിയന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തു. ഞാൻ ശരിക്കും പ്രണവിനെ ചതിച്ചത് ശിവാനിയല്ല, ആന്റിയാ. ഞാൻ നിന്നോടൊന്നും പറയാൻ വന്നിട്ടില്ല. നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചിട്ടുമില്ല. അഭിപ്രായം ചോദിക്കാതെയും പറയും. കാരണം അവളെ തലയിലേറ്റ് കൊണ്ടു നടന്നത് ഞങ്ങളാരുമല്ല. രണ്ടുപേരും സകല തോന്നിവാസങ്ങൾക്കും പരസ്പര സഹായ സംഘമായിട്ട് പ്രവർത്തിച്ചതല്ലേ? അവളുടെ A to Z കാര്യങ്ങൾ അറിയാവുന്ന നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കള്ളക്കളി നടക്കുന്ന കാര്യം മാത്രം അറിയില്ല എന്ന് പറഞ്ഞാ ഞങ്ങളെല്ലാം അത് കണ്ണടച്ച് വിശ്വസിക്കണം. ഗൗതം, എടാ, എന്നെ ഒന്ന് വിശ്വസിക്കുന്നീ. വിശ്വസിക്കില്ല. എഴുത്തി, ഞാൻ ഈ വീട്ടിൽ സർവ്വ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശിവാനിക്ക് കൂട്ടുനിന്നത് നീ തന്നെയല്ലേ? അവക്ക് വളം വെച്ചു കൊടുത്തതും നീ തന്നെയല്ലേ? എന്നിട്ടിപ്പോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈ എഴുകുന്നോ? ആഹാ, അവളെ ഓഫീസിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി
ഇവന്റെ അധികാരങ്ങൾ പോലും അവൾക്ക് എഴുതി കൊടുത്തവളല്ലേ നീ? നീ കൊടുത്ത ധൈര്യം അതാണ് അവളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചത്. ആന്റി ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മറ്റൊരാളെ തോൽപ്പിക്കാനായി എടുത്ത് കയ്യിൽ പിടിക്കുന്ന ആയുധത്തിന് ആരുടെ ദേഹം മുറിക്കണമെന്നറിയില്ല. ഒന്ന് പാളിപ്പോയാ സ്വയം വേദനിക്കും. ശിവാനി ഉപയോഗിച്ച് എന്നെ തോൽപ്പിക്കാമെന്ന് കരുതി എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ അവളെ ഒരു കരുവാക്കി. പക്ഷേ അതിന്റെയൊക്കെ ഫലം അനുഭവിച്ചത് പാവം പ്രണവായിപ്പോയി. ആ കൊള്ളാം കൊള്ളാം, ഇപ്പൊ എല്ലാവരും എന്റെ നേരെ തിരികല്ലേ? ഇല്ല, വിടില്ല ഞാൻ അവളെ. ശിവാനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ശിവാനിയോടുള്ളതിനേക്കാളും പക എനിക്കിപ്പോ നിങ്ങളോടാ. നിങ്ങളാ എന്റെ ജീവിതം ഇല്ലായ്മ ചെയ്ത് കളഞ്ഞേ. എടാ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നിങ്ങളെ ഞാൻ. എടാ വിട് കള, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പലതവണ എല്ലാരും പറഞ്ഞതാ എനിക്കിതൊക്കെ വരണം. അവളെ കൂടെ കൂട്ടില്ലെന്ന് എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞതാ, ഞാൻ കേട്ടില്ല. അപ്പോഴെനിക്ക് ധൈര്യം തന്ന് കൂടെ നിർത്തിയത് ഈ സ്ത്രീയാ. ഇവരെ ഞാൻ എന്താ ചെയ്യണ്ടേ? എടാ പോട്ടെ മോനെ, എല്ലാം ശരിയാവും. നീ ഒന്ന് സമാധാനിക്ക് മോനെ. ഇപ്പൊ ഞാൻ ഒരു വിഡ്ഢിയാ, പമ്പര വിഡ്ഢി.